ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വിഷ്ണു ആണെങ്കിൽ സത്യമ്മയോട് കളക്ടറെ കാണാൻ പോകണ്ടെന്നൊക്കെ പറയുന്നു. പിള്ളേ അപ്പോൾ പറയുന്നുണ്ട് ഒരാഴ്ചത്തേക്ക് കളക്ടറിന് സമയമൊന്നുമില്ലെന്നൊക്കെ. വിഷ്ണു അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, സത്യാമ്മയാണെങ്കിൽ രക്ഷിച്ചതല്ലേ ആ കളക്ടർ, അതുകൊണ്ട് ഒരു നന്ദി പറയണ്ടേ എന്നൊക്കെ പറയുന്നു. അത് നമ്മുടെ കടമയല്ലേ എന്നൊക്കെ പറയാണ്. അത് മാത്രമല്ല, എന്നെ ജയിലിൽ നിന്നും മോചിപ്പിച്ചതും കളക്ടറല്ലേ, നമ്മുടെ ഹോട്ടലാണെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതിന്റെ കാരണവും ആ കളക്ടറല്ലേ എന്നൊക്കെ പറയുന്നു. കളക്ടർ നമ്മൾക്ക് ഒരുപാട് സഹായം ചെയ്തു, എല്ലാത്തിനും കൂടി നന്ദി പറയണ്ടേ, അതല്ലേ മര്യാദ എന്നൊക്കെ പറയുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ വാചാലമാകുന്നത് കണ്ടിട്ട് എല്ലാവരും അതിശയിച്ച് നോക്കുകയാണ്, ഇവൻ എന്തു പറ്റിയെന്നൊക്കെ ഓർത്തിട്ട്. സത്യാമ്മ ഇപ്പോൾ പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്, മനഃപൂർവ്വമല്ലല്ലോ, കളക്ടർക്ക് ടൈം വേണ്ട എന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് എന്തെങ്കിലും ഫംഗ്ഷൻ നടത്തിയിട്ട് അവിടേക്ക് കളക്ടറിനെ വിളിക്കണം, അപ്പോൾ 10 മിനിറ്റ് ആയാലും മതിയല്ലോ നന്ദി പറയാനെന്നൊക്കെ പറയാണ്. സത്യാമ്മ അപ്പോൾ ചോദിക്കുകയാണ് എന്ത് ഫംഗ്ഷൻ ആണ് നടത്തേണ്ടതെന്നൊക്കെ. സത്യാമ്മ പറയുന്നുണ്ട് അടുത്ത മാസമായിരുന്നെങ്കിൽ നമ്മുടെ ഹോട്ടൽ തുടങ്ങിയിട്ട് 7 വർഷമാകുന്നു, അതിന്റെ ആ വാർഷികം ആഘോഷിക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് അടുത്ത മാസം വരെ വെയിറ്റ് ചെയ്യുന്നത്, നമുക്കിപ്പൊ തന്നെ അത് ആഘോഷമാക്കാം, നമ്മളല്ലേ അതൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന്റെ അച്ഛനും പറയുന്നുണ്ട് അത് നല്ല ഐഡിയ ആണെന്നൊക്കെ. വിഷ്ണു പറയുന്നുണ്ട് കളക്ടറിനെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കാം, അങ്ങനെയാകുമ്പോൾ അമ്മയ്ക്ക് മാലയൊക്കെ ഇട്ട് സ്വീകരിക്കുകയും നന്ദി പറയുകയും ഒക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നു. ഇവർ സംസാരിക്കുന്നതെല്ലാം കേട്ടിട്ട് ശ്യാമ വിഷമത്തിലാകുന്നുണ്ട്. സത്യാമ്മ പറയുന്നുണ്ട് നല്ല ആഘോഷമാക്കി മാറ്റണം, എല്ലാം ഗംഭീരമാക്കി മാറ്റണം എന്നൊക്കെ. സത്യാമ്മയാണെങ്കിൽ കളക്ടറിന്റെ PA അനുപല്ലവിയെ വിളിക്കുന്നു. അനുപല്ലവിയെ വിളിച്ചിട്ടാണെങ്കിൽ കളക്ടറിനോട് സംസാരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അനുപല്ലവി അപ്പോൾ പറയുന്നുണ്ട് ഈ ആഴ്ചയിൽ ഒരു ദിവസം പോലും മേഡം ഫ്രീ ആയിട്ടില്ല എന്നൊക്കെ. സത്യാമ്മ വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, 2 മിനിറ്റ് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. അനുപല്ലവി ശാലിനിയോട് പറയുന്നുണ്ട്, ശാലിനി ഫോൺ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ശാലിനി സാരി തുമ്പ് വെച്ച് മൊബൈൽ പിടിച്ചിട്ട് സംസാരിക്കുകയാണ്. സത്യാമ്മ ശാലിനിയോട് പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു ഹോട്ടലുണ്ട് വിഷ്ണു ലോകം, അത് 7 വർഷം പൂർത്തിയാകുകയാണ്, അതിന്റെ ആഘോഷമാണെങ്കിൽ ഭയങ്കരമായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ചീഫ് ഗസ്റ്റ് ആയിട്ട് മേഡം തന്നെ വരണമെന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ സമയമില്ല, തിരക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ വിഷ്ണു ലോകം ഹോട്ടലാണെങ്കിൽ പൂട്ടിപ്പിക്കാൻ വേണ്ടി കോർപ്പറേഷൻകാർ നോക്കിയതാണ്, ആ സമയത്ത് ഞങ്ങളെ രക്ഷിച്ചത് മേഡമാണെന്നൊക്കെ പറയുന്നു. അത് മാത്രമല്ല തോക്കിന്റെ ലൈസൻസിന്റെ കാര്യമാണെങ്കിൽ മേഡം എന്റെ മകനെ അകത്തേക്ക് പോലും വിളിക്കാതെ എല്ലാം ശരിയാക്കി കൊടുത്തില്ല എന്നൊക്കെ പറയുന്നു. വിഷ്ണു ആ സമയത്ത് കളക്ടറെ കാണാൻ ചെന്നതും തല കറങ്ങിയതും ആഹാരം കൊണ്ടു കൊടുത്തതുമൊക്കെ ഓർക്കുകയാണ്. വിഷ്ണു അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ആ ആഹാരം ശാലിനി ഉണ്ടാക്കിയ ആഹാരമായിരുന്നോ എന്നൊക്കെ. സത്യാമ്മ വീണ്ടും പറയുന്നുണ്ട് ഞാൻ റോഡിൽ ബോധം കെട്ട് കിടന്നപ്പോൾ എന്നെ രക്ഷിച്ചതും മേഡം അല്ലേ എന്നൊക്കെ. ശാലിനി അപ്പോൾ പറയുന്നുണ്ട് അതെന്റെ കടമയാണെന്നൊക്കെ. സത്യാമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ഒരു കളക്ടറും ഔദ്യോഗിക വാഹനത്തിൽ ഒന്നും കൊണ്ടുപോകത്തില്ല എന്ന്. സത്യാമ്മ വീണ്ടും ശാലിനിയെ നിർബന്ധിക്കുകയാണ് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ശാലിനി വരാമെന്ന് സമ്മതിക്കുന്നു. ശാലിനി സമ്മതിച്ചതറിഞ്ഞിട്ട് സത്യാമ്മയ്ക്കും വിഷ്ണുവിനും എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. പപ്പിമോൾ സത്യാമ്മയോട് ചോദിക്കുന്നുണ്ട് ആഘോഷത്തിന് ഞാൻ സത്യയെ കൂടെ വിളിച്ചോട്ടെ എന്നൊക്കെ. സത്യാമ്മ ഇപ്പോൾ പറയുന്നുണ്ട് നിനക്ക് ആരെയൊക്കെ വിളിക്കണോ അവരെയൊക്കെ വിളിച്ചോളാനെന്ന്. ശാലിനി ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട് ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ. ശാരദാമ്മ അപ്പോൾ പറയുന്നുണ്ട് സത്യാമ്മയ്ക്ക് ഇപ്പൊ നിന്നോട് ഒരുപാട് സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ടെന്ന്, അതുകൊണ്ട് നിനക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ തന്നെ സത്യാമ്മ നിന്നെ ക്ഷണിക്കാൻ ജീവനോടുണ്ടായത് നീ കാരണമല്ലേ, എല്ലാം നല്ലതിനു വേണ്ടിയായിരിക്കും, കലങ്ങി തെളിയാൻ വേണ്ടിയായിരിക്കുമെന്നൊക്കെ ശാരദാമ്മ പറയുന്നു. എന്തായാലും ചെല്ലു മോളെ എന്നൊക്കെ ശാരദാമ്മ പറയുകയാണ്. ശ്യാമ പപ്പിമോളെ വിളിക്കുന്നുണ്ട് ബെഡിൽ നിന്നും കളിപ്പാട്ടമൊക്കെ എടുക്കാൻ വേണ്ടി. പപ്പിമോൾ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാണമ്മേ കളക്ടർ എന്നൊക്കെ. ശ്യാമ അപ്പോൾ ഒന്നും പറയാതിരിക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്